ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാറും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ 5 മണിയാണ് കേട്ടോ. എന്താ കണ്ടോളി, 4:44, അതായത് 5 മണി, 5 മണി ആണ് സമയം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പരിപാടി വെച്ചാൽ ഞാൻ 6 മണിക്ക് ചെന്ന് 6:06ക്ക് പോയി വോട്ട് ചെയ്ത് അത് പോയോ വോട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ കൊച്ചിയിൽ പോയി സൈലമിൽ നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചും ഡ്രൈവ് ചെയ്ത് ഏകദേശം പിന്നെ തൃശ്ശൂർ കൂടെ പോയി പൊന്നാനിക്ക് തിരിഞ്ഞു പോയി. ഒരു മണ്ടത്തരം ചെയ്തു, ആദ്യം അതിൽ പോയാൽ മതി. അപ്പോൾ നിയാലിന് പെട്ടിയും പാസ്പോർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ പോയി. അങ്ങനെ പോയി ഏകദേശം ഒരു 450 കിലോമീറ്ററിൻ്റെ മേലെ ഒറ്റ ദിവസം ഡ്രൈവ് ചെയ്തിട്ടാണ് 5 മണിക്കും ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പം ഈ വ്ളോഗ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എല്ലാവരോടുള്ള റിക്വസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ 21 ലക്കിലേക്ക് പോവാണ്, 21 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവാണ്. മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വ്ളോഗ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് വ്ളോഗ് കാണുക. സോ നമ്മൾ 21 ലാക്സൊക്കെ പോവുകയാണ്, 2 മില്യൺ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ദുബായിലേക്ക് ഒരു ഫംഗ്ഷന് പോവുകയാണ്, ഒരു ജ്വല്ലറിൻ്റെ ഇനോഗ്രേഷന് പോവുകയാണ്. അപ്പോൾ നമ്മൾ 8 ആളോ 9 ആളോ ഓൾറെഡി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നടന്ന സംഭവം എന്താ വെച്ചാൽ അഫീഫിനോട് ഞങ്ങൾ പറഞ്ഞു പോകണം, പാസ്പോർട്ടൊക്കെ കിട്ടി ഖത്തർക്ക് പോകുന്നതുകൊണ്ട് ഹൈ കോൺഫിഡൻസിൽ അഫീഫിനോട് ഞാൻ പറഞ്ഞു ഈ സ്കൂളൊന്നും ലീവാക്കരുത്, ലീവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ അവധികൾക്ക് മാത്രം ഞങ്ങളെ കൂടെ വന്നിട്ട് ലീവാക്കുക. അപ്പോൾ ദുബായ് എങ്ങനെയാ വെച്ചാൽ ശനി ഞായറോ പോകണത്. അപ്പോൾ അഫീഫിന് ഭയങ്കര ഹോപ്പേനി, കാരണം 2 ദിവസത്തെ അവധി ഓന് കൗണ്ടാവില്ല, ഓനാകെ 1-2 ദിവസത്തെ അപ്പുറത്തേക്ക് തിങ്കൾ ചൊവ്വത്തെ അവധി മാത്രമേ പോവുള്ളൂ. അപ്പോൾ അഫീ ഞാൻ എന്തായാലും ഉണ്ട്, അങ്ങോട്ട് എനിക്ക് കലഫിൻ്റെ അടുത്തേക്ക് വരണം, ഞാൻ എന്തായാലും പോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ എക്സൈറ്റഡ്. ദുബായിൽ അത് ചെയ്യുക അങ്ങോട്ട് എന്നിട്ട് എന്നോട് ഖത്തറെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനോ ദുബായ് ഇതിലാണ് അടിപൊളിയല്ലോ എന്ന് പറഞ്ഞാൽ ഫുൾ ഹാപ്പി ഉണ്ടോ. അതിൽ എന്തായി, വിസക്ക് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എൻ്റെ വിസ വന്നു, ഈച്ചുവിൻ്റെ വന്നു, ഷാനുവിൻ്റെ വന്നു, നിഹാലിൻ്റെ വന്നു, എൻ്റെ വന്നു, ജിമ്മിൻ്റെ വന്നു, ഫാത്തിമൻ്റെ വന്നു, കേപ്പിൻ്റെ വന്നു, നമ്മളെ സൗണ്ട് എഞ്ചിനീയർ ആഷിഖാൻ്റെയും വന്നു. എല്ലാവരും വിസയും വന്നു, അഫീഫിൻ്റെ മാത്രം വന്നില്ല. അതിൽ എന്തായി, അഫീഫിന് അപ്പം തന്നെ കണ്ണുമുറൊക്കെ മാറിയിട്ടോ, വന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അന്തംവിട്ട ഭാഗത്തേക്ക് പോയിട്ടോ. അതിൽ ഞങ്ങൾ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു അൽഹിന്ദിൽ വിളിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ ലത്തീഫ്ക്കൊക്കെ പറഞ്ഞതെന്താ വെച്ചാൽ ഈ കുട്ടികളാവുമ്പോൾ 18 വയസ്സിന് താഴെയുള്ളവരാകുമ്പോൾ ഇമ്മാരും കൂടി ഓലപ്പോൾ യാത്ര ചെയ്താൽ മാത്രമേ വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നമ്മൾ ഇമ്മാൻ്റെ വിസയും അഫിൻ്റെ വിസയും രണ്ടും കൂടി ഒപ്പം അപ്ലൈ ചെയ്തപ്പോൾ എന്തായി, ഇമ്മാക്കും അഫിക്കും കൂടി വിസ അപ്ലൈ ചെയ്തപ്പോൾ അഫിൻ്റെ വിസ ശരിക്കും കിട്ടി. അപ്പോൾ അഫിൻ്റെ വിസ ഒരു 4 ദിവസം മുമ്പ് വന്നിരിക്കണം. പക്ഷേ ഇവന് കഴിഞ്ഞ 11-ാം തീയതി തൊട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ വിസ വന്നോ എല്ലാവരും വന്നത് ഇവനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഷാനുവിന് ഡെയിലി ഇപ്പോൾ മെസ്സേജ് ആക്കും, ഷാനുക്ക ഈസ് മൈ വിസ റെഡി ആയിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോടൊന്ന് ചോദിക്കും, എന്തെങ്കിലും നടക്കുമോ, ഇന്നത് കിട്ടലുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം ബോസിൻ്റെ പൂതി ഇപ്പം അസ്തമിച്ചിരിക്കണം, കംപ്ലീറ്റ് അസ്തമിച്ചു. അപ്പോൾ ഇന്ന് മനസ്സോടെ ബോസ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഡ്യൂട്ടിക്കൊക്കെ പോയി വൻ കോമഡി ഉണ്ടായി. ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ദിവസം ഫുള്ള് പണിയെടുത്താൽ ഇന്ന് അവിടെ വാട്ടർ ബോയായി നിന്നാൽ ആകെ കിട്ടി 250 ഉറുപ്പ്യാണ്. ഇവൻ ചെയ്ത പണിയാക്കണം. ഞങ്ങൾക്ക് ഇമ്മച്ചി ഇന്ന് ഇവനെ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഉച്ചക്ക് വിളിച്ച ഒരു കോളുണ്ട്. അപ്പോൾ ആ ഓഡിയോ വിഷ്വലിലേക്ക് നമുക്ക് കിടക്കാം. അതായത് 300 250 ഒതുങ്ങണില്ലാന്ന് ഇലക്ഷൻ കമ്മീഷനോട് ചെന്ന് പറയണം. ആരല്ലേ 250 ഇറങ്ങാ? അത് ശരി. പൊറോട്ട ചിക്കൻ കറി അടിച്ചുമ്പോ തന്നെ എത്ര രൂപയായി? പിന്നെ ഒരു ഫുഡും എത്ര രൂപയായി? രാവിലെ പൊറോട്ട ചിക്കൻ കറിക്ക് എത്ര രൂപയായി? 90 റുപ്യ. പിന്നെ ഇനി ഉച്ചക്കത്തെ ഫുഡ് 300. ഉച്ചക്കെന്താ ഈ 300-ന് എന്താ തിന്നണേ? ബിരിയാണി 300 റുപ്യ ഒരു ബിരിയാണിക്കോ? മറ്റേ ഒരു ബിരിയാണിക്കല്ലേ 300 റുപ്യ? ഈ മൊത്തത്തിലാണ് 300 റുപ്യ. 90 റുപ്യ. 200 റുപ്യ അവിടെ പോയി പൊറോട്ടയും ചിക്കൻ കറിയും. 200 റുപ്യ മറ്റേ ബ്രേക്ക്ഫാസ്റ്റിന്, അല്ല ഡിന്നറിന്, ലഞ്ചിന്. ഉച്ചയാകുമ്പോൾ 250 മണിക്ക് 300-ന് ചിലവായി. വണ്ടിക്കൂലി മാറി. 250 ഉറുപ്പ്യ കിട്ടുള്ളൂ. 300 ഉറുപ്പ്യക്ക് ഇപ്പൊ തന്നെ നമ്മളെ തീറ്റിയായി. ഞന്തിക്കത്തെ കടം പറയുമ്പോ
എന്താ പറയണേ, ഞാൻ ഇപ്പൊ സമരം നടത്താനൊന്നും പറ്റൂലല്ലോ. ഡ്യൂട്ടി എങ്ങനെ പോണ്? ഡ്യൂട്ടി ഉസാറാണ്, വലിയ സീനൊന്നുമില്ല. ആയിക്കോട്ടെ, എന്നാ ഞാൻ പൈസ കൊണ്ടുവന്നേരുമോ ഭക്ഷണം? കൊണ്ടുവന്നേരും, മുന്നൊക്കെ എത്തിച്ചേരും. ഹോം ഡെലിവറി ഉണ്ടേ, ഡെലിവറി. എന്നിട്ട് കഴിക്കാൻ ബൂത്ത് ഡെലിവറി ബൂത്ത് നമ്പർ പറഞ്ഞെടുക്കാം. ബൂത്ത് നമ്പർക്ക് ഡെലിവറി ഉണ്ട് തന്നെയല്ലേ? ബൂത്ത് ഡെലിവറി. പൂക്കോട് മറന്നോ? ഇമ്മച്ചിനെ ചാമ്പാണ്, ഇവിടെ തന്നെ കാളയം തന്നെ. ഇമ്മച്ചിനെ പറ്റിച്ചാണ്. നന്നാണ് നല്ല ഫുഡ് രാവിലെ. അടിപൊളി അടിപൊളി. ഇനി വേഗം കഴിച്ചോ, ആൾക്കാർ വരുമ്പോത്തിന് വേഗം കഴിച്ചപ്പോ അയക്കട്ടോ. ആൾക്കാരെന്താ ഞാൻ നോക്കൂല, ആൾക്കാർ ഇവിടെ തിരക്കാണേലും ഞാൻ ഏൽപ്പിച്ച് ഞാൻ ഫുഡ് വെച്ചു. എന്നാ ഭക്ഷണം കഴിക്കും. മുന്നേ വിചാരം. അപ്പോൾ അത് ഉമ്മച്ചി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉമ്മച്ചി റെക്കോർഡ് ചെയ്ത് ഉച്ചയ്ക്ക് എനിക്ക് സൈലം പരിപാടിൻ്റെ ഇടയിൽ അയച്ചു. എനിക്കാണ് ഈ പരിപാടിൻ്റെ ഇടയിൽ ചിരി വന്ന് അങ്ങ് എത്തിക്കണ്ട. അപ്പോൾ നമ്മൾ ചിറാപ്പുഞ്ചിയൊക്കെ പാടിനി സൈലം പരിപാടിക്ക്. അപ്പോൾ എങ്ങനെയാണ് ചിറാപ്പുഞ്ചി ലൈവ് പാടി കേൾക്കുക എന്നുള്ളതിൻ്റെ ഷോർട്സിൽ പോയി വെക്കുക. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇതാണ് അഫീഫിൻ്റെ അവസ്ഥ. അപ്പോൾ അഫീഫ് എന്ത് ചെയ്തു, ഹൃദയഭേദകമായി വന്നിട്ട് എന്നും ഇന്നെ കാത്തു കിടക്കണ്ട. എവിടെയെങ്കിലും പോയാൽ അനു എപ്പോൾ വരും, അനു വരുമ്പല്ലേ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരുമോ, സാപ്പിടാൻ എന്തെങ്കിലും കൊണ്ടുവരുമോ, തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരുമോ, ഷവർമ്മ എന്തെങ്കിലും കിട്ടുമോ, എന്നോട് എന്തെങ്കിലും ചോദിക്കാമോ, വരുന്ന വഴിക്ക് ഷവർമ്മ എന്തെങ്കിലും ഉണ്ടാവുമോ. അപ്പോൾ എന്താ വെച്ചാൽ ഷവർമ്മ കൊണ്ടുവരുന്നൊന്നും പറയില്ല. ഇവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ചീത്ത പറയാൻ വയ്ക്കൂല, നമുക്ക് ഇവനോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. ഇവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി ചെയ്ത് കൊടുക്കും. നമുക്ക് നിറവേറ്റി കൊടുക്കാൻ മാത്രമേ ഇവൻ്റെ ഇത് പറ്റുള്ളൂ. അനു പോരുമ്പോൾ ബിരിയാണി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമോ, ഉണ്ടെങ്കിൽ കൊടുന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാൻ വെറും ചോറ് തിന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് എമോഷണലി ട്രിഗർ ചെയ്യും. അപ്പോൾ നമ്മളെന്താ ചെങ്ങായിക്കിപ്പം ഇനി ഒരു ഇത് വാങ്ങിക്കൊടുക്കാന്നുള്ള മുടുക്കാവും. അപ്പോൾ ഇന്നാ വിളിയില്ല, പറച്ചിലില്ല. അപ്പം ഇന്ന് വൻ മനോവിഷമത്തിൽ ബോസ് 10 മണി 8 മണി 9 മണി ആയപ്പോൾ തന്നെ മെച്ചി പറഞ്ഞത് എന്താ വെച്ചാൽ ചെങ്ങായി കടന്നുറങ്ങി, ആരും ഇന്ന് സ്വീകരിക്കുക, അല്ലെ ഉറക്കലൊക്കെ ഓനാണ്. ഇന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, ഇന്ന് മെസ്സേജ് ഇല്ല, ഒന്നുമില്ല, ഡ്യൂട്ടിനെ പറ്റിയൊന്നും ഒന്നും പറയണില്ല, എവിടെയും ബോസിൻ്റെ ഇതില്ല. അപ്പോൾ ബോസ് വന്ന് ഉറങ്ങിയത് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഫ്ലാഷ് ഓൺ ആക്കി എടുക്കല്ലേ, ആദ്യം ബല കാണിച്ചു കൊടുക്കുക. വാ, ഇത് സൈലം പരിപാടിക്ക് വന്നതിന് 3 ആളാട്ടോ. വലത്തുനിന്ന് ആദ്യം ഈച്ചു, നടുവിൽ നിഹാല്, സൈഡിൽ ബെഞ്ചി പാത്തുന്നേത്താ നീ ചാണി താത്തേ ചേട്ടാ കാട്ടുറമ്മൻ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞുറങ്ങി. നിഹാല് ചത്തുറങ്ങി. ബെഞ്ചി എടുക്കണമൊക്കെ ചെയ്തു. കറക്റ്റ് താത്താർ അയൽവക്കത്തെ അയൽക്കൂട്ടത്തിലൊക്കെ ഉണ്ടാവുന്ന താത്താർ കഥ കേൾക്കാൻ നിൽക്കൂലേ, അത് ഓനെപ്പം പിടിച്ച് നേരത്തെ എടി ഇങ്ങനെ മളയത്തപ്പോ ഓൻ്റെ കഥ ഓന് അത് കറക്റ്റ് മറ്റേ നിർത്താം. മളയത്തപ്പോളെ കഥ ഒക്കെ വിശേഷം ഒന്നും ആയിട്ടില്ലല്ലോ പറഞ്ഞിട്ട് ആ നിർത്തല്ലേ, ആ നിർത്താണതേ. കറക്റ്റ് അയൽവക്കത്തുനിന്ന് ഇങ്ങോട്ട് കൈയിട്ട് ലൈറ്റ് ഇടണ്ട, ഫ്ലാഷ് ഇട്ടെടുക്കല്ലേ, അപ്പോൾ അറിയില്ല. എന്നാൽ കട്ട് ചെയ്തുകൊണ്ട് ഒന്നും കൂടി ഫ്ലാഷ് ഇട്ടെടുക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മെല്ലെ അഫീഫിൻ്റെ റൂമിലേക്ക് കിടക്കുകയാണ്. പാൻ്റൊക്കെ ഇവിടെ ഒരു ഒറ്റ പോക്ക് പോയിക്കണം. ഇലക്ഷൻ കമ്മീഷൻ്റെ അനിഷേധ്യനായ നേതാവ് ഐപാഡും ഐഫോണൊക്കെ കുത്തിവെച്ച് അന്തകമ്മിയായി ഇവിടെ കിടന്നുറങ്ങാം കേട്ടോ. പാവം, ആ മുഖത്ത് എമ്പാടും സങ്കടമുണ്ട്. അതായത് ചിറിച്ചുറങ്ങണ അഫീഫ് വിഷാദ മനസ്സോടെയാണ്, അതായത് മനോവിഷമാണ് കാണുന്നത്. കാലൊക്കെ ജിമ്മി അന്ന് മറ്റേതിൽ ഉറങ്ങിയ പോലെ ഇട്ടിക്കണ്. ഈ കിടത്തുണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, എന്തപ്പോൾ കാട്ടാ. ആ കിടത്താണ്, അങ്ങോട്ട് നോക്കിയാ ആ കിടത്താണ്. എനിക്ക് പോകാൻ പറ്റൂലല്ലോ, എനിക്ക് ദുബായിക്ക് പോകാൻ പറ്റൂലല്ലോ പറഞ്ഞ കിടത്താട്ടത്.
ഇവനാരെ ഇലക്ട്രീഷ്യനോ ഒരു ലോഡ് വയറ്. ഏകാന്തതയുടെ അപാരതീരം. ബാ ഇറങ്ങാം. അധികം അവിടെ നിന്നാവും നീച്ചു. ഇവിടെ നിന്നൊക്കെ വീണാണ്ടല്ലോ ഒരു സുഖം ഉണ്ടാവില്ല. പൊളിഞ്ഞിട്ടാണ് പോകും. പടം വയ്ക്കുക. അപ്പോൾ ഇനി പറയാനുള്ള എന്താ വെച്ചാൽ ഫ്ലാഷ് ഓഫ് ആക്കണ്ട. ഖത്തർ പോക്കിൻ്റെ മുന്നേ ബോസ് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ പോകല്ലേ, ഞാൻ ഏത് ട്രോളി എടുക്കുക, എനിക്ക് ഒരു ട്രോളി 30 കിലോനോ ഒരു ട്രോളി 7 കിലോനാണെന്നൊക്കെ ഫുള്ള് ഡൗട്ടും ഭയങ്കരമായിട്ട് കറിവിച്ചൽ കൂടുതലുണ്ടാവും. ഇപ്രാവശ്യം ഒന്നുമില്ല. കാരണം ഓന് പോരാൻ, നമ്മളെട്ടാക്കും പോകാൻ പറ്റും, ഓന് മാത്രം പോരാൻ പറ്റില്ല എന്നുള്ള ഓന് ഉറപ്പായി, 100% ഉറപ്പായി. ഓന് ഒരു പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കലഫ് എന്തെങ്കിലും ഇടപെട്ടാലേ ഇനിയിപ്പോൾ നടക്കുകയുള്ളൂ, അവിടുന്ന് എമറാത്തികൾ ഇടപെട്ട് എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു. അതിൽ എന്നോട് ഇന്നലെയും ഞാൻ ചോദിച്ചു കലഫ് എന്തെങ്കിലും പറഞ്ഞോ, കൽഫ് ഇടപെട്ട് എന്തെങ്കിലും നടക്കുമോ, കൽഫ് നോക്കിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൽഫ് നോക്കിയിട്ടും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് പിടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ പാവം ഈ സങ്കടത്തിൽ കിടക്കുന്ന അഫീഫിനെ നാളെ ഞാനും ജിമ്മിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ്. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് എന്താ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടോളി. അപ്പം അഫീഫിനോട് ഒരിക്കലും നമ്മൾ പറയില്ല, അതായത് വിസ കിട്ടിയിരിക്കണമെന്നുള്ള കാര്യം നമ്മൾ പറയില്ല. നാളെ രാവിലെ 10 മണിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങും വേണം. അഫീഫ് ഒന്നും പാക്ക് ചെയ്യാതെ 100% ഒരു സാധനം പാക്ക് ചെയ്ത് ഓൻ്റെ പാസ്പോർട്ട് പോലും ഒന്ന് എന്ത് ചെയ്ത് പ്രതീക്ഷ അറ്റിട്ട് പുറത്ത് വെച്ച പാസ്പോർട്ട് ഓൻ്റെ ഇതിലേക്ക് വെച്ചിന്. അത് കൊണ്ടുപോയി ഓൻ്റെ പാസ്പോർട്ട് ഫോട്ടോ ഒക്കെ വെക്കണ ഒരു ഫയലിൻ്റെ ഉള്ളിൽ അടച്ചു വെച്ചു. കാരണം ഇനി ഇപ്പോൾ അടുത്തൊന്നും ആവശ്യമില്ല, എഴുതിയിട്ട് അടച്ചിരിക്കണ്. അപ്പോൾ അങ്ങനെ നിൽക്കണ ഓൻ ഇനി വിസ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഓൻ്റെ വിവരങ്ങൾ വിശേഷങ്ങൾ എന്നറിയാനുള്ള സംഭവം നാളെ നമ്മൾ കാണിക്കുന്നതാണ്. നാളെ 8 മണിക്ക് നീക്കാനാണ് ഇപ്പം എൻ്റെ ജിമ്മിൻ്റെ പ്ലാൻ. ഒരു 3 മണിക്കൂർ ഉറക്കാണ് കിട്ടുക. ഗാന്ധിജി എത്ര മണിക്കൂർ ഉറങ്ങിനെ? 2:30 3:30 ഉറങ്ങിയിട്ടുള്ളതിന് എന്തോ ഇതിൻ്റെ ഇടയിൽ. അതേപോലെയൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ജീവിതം. അപ്പോൾ എന്തായാലും ഇങ്ങനെ പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് അടുപ്പിച്ചടുപ്പിച്ച് മാഷാഅല്ലാഹ് നമ്മൾ ജീവിക്കണോ ഇതിന് തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പാട്ടും പരിപാടിയൊക്കെ ചെയ്ത് പുതിയ പാട്ടുകളൊക്കെ ഇറക്കി അത് നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്ക് പരിപാടികളുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ അത് ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടുന്നത്. ഇന്നൊരു പരിപാടി, നാളെ ഒരു പരിപാടി, അതും ഈ മാസം നമ്മളെ 3ാമത്തെ ഇൻ്റർനാഷണൽ പരിപാടിയാണ്. ഖത്തർ നമ്മൾ പോയി, ഇനി ദുബായ്, ബഹ്റൈനൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തേക്കായിട്ട് പോകുന്നുണ്ട്. 3 ഇൻ്റർനാഷണലും ബാക്കി വേറെ പരിപാടിയുണ്ട്. പറയുമ്പോൾ ഒരാൾക്കും ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളും ഒരു പണിയില്ലാണ്ട് ഇരിക്കണ മാസമാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുവിധം മഴ ആയതുകൊണ്ട് സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും ഇല്ലാതെ വീട്ടിലിരിക്കണ പക്ക പ്രശ്നങ്ങളോടെ ഇരിക്കുന്ന ടൈമാണ്. ആ ടൈമിൽ നമുക്ക് പടച്ചോൻ അനുഗ്രഹിച്ച് ഇത്രയും പണിയുണ്ട് അൽഹംദുലില്ലാ. അപ്പം അതിൽ ഞാൻ എപ്പോഴും ബ്ലെസ്ഡാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ പടച്ചോനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നാളെ ഇനി എണീറ്റ് കഴിഞ്ഞിട്ട് അഫീഫിനെ ഇപ്പോൾ ഞാൻ വന്ന കാര്യം അമ്മച്ചിക്ക് അറിയില്ല, ഞാൻ ഇവിടെ എത്തിയ കാര്യം അഫീഫിനും അറിയില്ല. അപ്പോൾ ഞാൻ അമ്മച്ചിൻ്റെ അഫീഫിൻ്റെ ഈ ഫോണിൽ ഓരോ മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ എന്നെ വിളിക്കണം, എനിക്ക് സ്കൂൾക്ക് ആക്കി തന്നെ വ്ളോഗ് എടുക്കാനുണ്ട്, എന്തായാലും എന്നെ വിളിക്കണം എന്നിട്ട് 2 ഫോണിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓൾ രാവിലെ വിളിച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗങ്ങൾ നിങ്ങൾ കാണുക. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ എണീറ്റ് ഒരു 8 മണിക്ക് 8:30 9 ആ ടൈമിലാണ് എണീറ്റത്. അപ്പോൾ അതവിടെ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഫുള്ള് നിഹാലിൻ്റെ സാധനങ്ങളാണ്. ഇനി ഈ പെട്ടി മതിയാവായിട്ട് 3 ദിവസത്തിനാണ് ഇപ്പോഴൊക്കെ പോകണം കേട്ടോ. 3 ദിവസത്തിനാണ് ഈ 1 പാക്കേജ്. ഈ പെട്ടി മതിയാവായിട്ട് വേറൊരു പെട്ടി വാങ്ങാനാണ് പോണത്. എടാ എവിടുക്കാ പോണേ? പെട്ടി എടുക്കാം. ഈസാൻ്റെ പെട്ടിയോ റെഡി ആയോ? റെഡി ആക്കിയോ? കയറ്റിയോ? മെയിൻ പെട്ടിക്കാരെന്താ അറിഞ്ഞിട്ടും കൂടി ഇല്ല. അപ്പം അഫീഫ് ഇവിടെ നല്ല ഉറക്കാം കേട്ടോ. അപ്പം അമ്മച്ചിൻ്റെ മെസ്സേജ് രാവിലെ തന്നെ വന്നു. അഫീഫിന് ഇന്നും സ്കൂളില്ല, ഇന്ന് +1 വരുന്നതുകൊണ്ട് അഫീഫിന് ഇന്നും അവധിയാണ്. അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കണ ബെഞ്ചുള്ളൂ അവധി. പാടിയിൽ വരാം പെട്ടിയാൾ. ഇത് ഫുള്ള് കൊണ്ടുപോകണം കേട്ടോ. ഒരു പെട്ടി, 2 ചെറിയ പെട്ടി ഫാത്തിമൻ്റെ, അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ വലിയ പെട്ടി,
ഇതാണ് പെട്ടി കൊണ്ടുപോകാൻ പോണ ഒരു ടീം. ഒരു പെട്ടി കൊണ്ടുപോകാൻ പോയി. അപ്പോൾ ബഹുമാനപ്പെട്ട അഫീഫിനെ വിളിച്ചു കൊടുത്തു. അമ്മച്ചി ഒരു തട്ടടി, അമ്മച്ചിയെ ഒരു തട്ടടി. അഫിക്ക് അറിയില്ലല്ലോ പോണത്. നിങ്ങൾ പോണതോ? ആ അല്ല, എനിക്ക് തോന്നണില്ല. അഫിക്ക് വിസ കിട്ടി തന്നെ. ആ അഫി പോരാ, അഫി പോകണോല്ലോ. അഫിക്ക് വിസ കിട്ടി. അല്ല വിസ ഒക്കെ സ്കൂളത്തെ ടീച്ചർ എടുത്തത് കൊണ്ടുവച്ച് കൊടുത്തോക്ക. അങ്ങനെ അഫിക്ക് വിസ കിട്ടിയാർന്നോക്ക. എന്താ എന്നിട്ട് എന്നോ മടങ്ങ. 5 ദിവസം 2 ദിവസം എന്തിലും പോവുള്ളൂ. ആ ശനി ഞായറും കിട്ടി. ഇന്നൊഴിവാ, വെള്ളി ഇന്നോനെ അവധിയാ. വെള്ളി ശനി ഞായർ മറ്റന്നാള്. അപ്പം 23 വരെ അവന് കിട്ടി. കിട്ടിയില്ലേ? അറിയില്ല. അതാ പിന്നെ റിസൾട്ടിന് എണ്ണുന്ന സ്ഥലത്തല്ലേ അവധിയുള്ളൂ. നമുക്കൊക്കെ സ്കൂളുണ്ട്. അപ്പോൾ 24 വരിക. ഇതേമാതിരി ഞങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങൾ പൈസ എടുത്തിരുന്നു. ഞങ്ങൾ പോയിന്. ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കാണും. അല്ല നിങ്ങൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കും. പരിപാടി ഒന്നല്ലാതെ ടൂറിന് കൊണ്ടുപോകും ഞാൻ. ഓക്കെ, കൊണ്ടുപോകും, കൊണ്ടുപോകും, ഡീൽ. അപ്പം അഫീനോട് ഒന്ന് പറയട്ടെ കേട്ടോ. ആഴ്ചമാത അഫിക്ക് വിസ കിട്ടി. ആ വിസ കിട്ടി പോവാണ്. അതായത് ഇനി ഇവിടെ നിൽക്കണ്ട. ആ മാറ്റി വെച്ചു. പഠനം മാറ്റിയേ വെച്ചു. ചെറുതിന്റെ അവന് വിസ കിട്ടിയിട്ടില്ലേ? നമ്മളൊക്കെ ദുബായിക്ക് പോവാണ്. അപ്പൊ അവന് മാത്രം വിസ കിട്ടിയില്ല. അവനിപ്പോ വിസ കിട്ടി. എങ്ങനെയുണ്ട്? നല്ലത്. ഉഷാറായി. അടിച്ചു പൊളിച്ചു വരട്ടെ. അപ്പൊ ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞ് വരും. ഓനറിയില്ല. ഓനാക്കി പോലും എങ്ങനെയും ഓന് ഈച്ചുവിനെ അവിടെ ഏതെങ്കിലും ഒരു പണിത്തലക്ക് എത്തിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു മടങ്ങണം. ആ ഓലോടെ നിർത്തും. എന്തേലും പണിക്ക് പോയിക്കോട്ടെ, നമ്മളെ പോലെ അല്ലല്ലോ. എന്നിട്ട് ഓലോട് ഇതുകൊണ്ട് എന്റെ ചെലവളെ കഴിഞ്ഞു പോണം. എന്താ സ്പെഷ്യല്? കണ്ടോ? എന്നാ വേഗം നോക്കട്ടെ. ഇതിന്റെ പാത്രം എത്ര മുട്ടയാ? 1 2 3 4 5 മുട്ട. വലിയ ജിമ്മൊന്നല്ല, പക്ഷെ മുട്ട നെല്ലുണ്ട്. ഇതെന്താ? പൊട്ടിച്ചിട്ടില്ല. കേക്ക് ഹട്ട്. നോക്കാം. ഇതൊരു ഇതേ നമുക്ക് പ്രൊമോഷൻ തന്നതല്ല, അതാണ് പറയാ. അല്ല, ഇത് ഞാൻ അവരോടൊക്കെ പറഞ്ഞാണ്. ഇത് വീട്ടിക്ക് ഓരോ സ്നേഹത്തോടെ ആദിൽ പറയണ ഒരു ചെക്കൻ. ഇതാരും പ്രൊമോഷൻ അതല്ലേ ഞാൻ പറഞ്ഞിട്ടെ. ആദിൽ പറയണ ചെക്കൻ ഓന്റെ അമ്മച്ചി ഇതൊക്കെ ചെയ്യലുണ്ട്. ഓന്റെ അമ്മച്ചിക്ക് നമ്മളെ പറ്റി വലിയ ധാരണ അങ്ങനെ ഇട്ട് പറഞ്ഞിട്ട് സ്റ്റീൽ ഈ അടുക്കളയിൽ തന്നെയാ കച്ചവടം. അതില് ആ അമ്മക്ക് ഇങ്ങനെ കൊറിയർ ചെയ്ത് പരിചയമല്ല. ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഒരു കൂട്ടർക്ക് സാധനം കൊടുക്കുന്നത്. റവന്റേത് ബ്രൗണി. അപ്പൊ നമ്മളെ വീട്ടിലെ ആൾക്കാർ അയക്കണ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ അയക്കണം കേട്ടോ. ഹോം ബേക്കേഴ്സ് സംഭവങ്ങളൊക്കെ. കുനാഫന്റെ ബക്ലാവ, കുനാഫ പിസ്താഷ്യോ. പക്ഷെ എന്തായാലും പണിക്ക് പോയി വരും. അത് കണ്ടില്ലല്ലോ. സൂട്ടാക്കില്ലേ? രസമുണ്ടോ പറയും. നമ്മളൊന്നും ഇല്ലല്ലോ. ഒരു പെട്ടി ഫുള്ള് തിന്നോ? ഒരു കൂട്ടർ തന്നതാ. എന്താണ്? കേക്ക് ഹട്ട്. ഇതിന്റെ അടിയിൽ പറയും. ഹെഡ് മാസ്റ്റർ ഡ്യൂട്ടിക്ക് പോവാ. നിങ്ങൾ ഇതിന്റെ അഭിപ്രായം ഞാൻ പോയി നേരത്തെ തുടങ്ങും. വെള്ളിയാഴ്ച. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രാർത്ഥന വളരെ പ്രധാനം. ഇന്നലെ ഒരാളെ മറ്റേ ഇതുണ്ടിരുന്നു. അയാൾ പട്ടിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് സുബ്ഹാനല്ലാഹി സഹറൽനാ ഹാദാ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന നടത്തിയിട്ടാണെന്നില്ല. പോകുമ്പം സ്റ്റേഷൻ വിടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. പിന്നെ ചെയ്യുക. കുട്ടികളെ കൂടുതൽ ആൾക്കാരൊക്കെ നല്ല ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, ആ ഫീഫിനോട് പറയട്ടെ. ഓക്കെ. അപ്പോൾ ഈ കേക്ക് ഇതിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഉപ്പച്ചി തന്നെ ഷുഗർ ഉണ്ടെങ്കിൽ ഉപ്പച്ചി തന്നെ ഫുള്ള് തിന്ന് തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ 10 മണിക്ക് ഷാർപ്പിന് ഇവിടുന്ന് പോയിരിക്കും. പിന്നെ
ജിമ്മെന്ന് ആ ജിമ്മെന്ന് അല്ലേ മധുരടാത്ത മധുരടാത്ത ഓരോ ഗ്രേപ്പ് ജ്യൂസും ഇതുപോലെ ബ്രൗണി ബക്കലാവ കുനാഫ ചോക്ലേറ്റുകളും. ബീട്രൂട്ട് ആ പോണ്ടേ ഞാൻ ഫിഫ് ഞാൻ ഏറ്റവും വലിയ ഇന്നത്തെ ഏറ്റവും വലിയ ഗോള്. സോ ഗായ്സ് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവിൻ. നോക്ക് ഞങ്ങൾ പോയതെന്നാ ദുബായ്. പോണ്ടി പറഞ്ഞാൽ 10 മണിക്ക് ഫ്ലൈറ്റ് ആണ്. രാവിലെ രാവിലെ പറഞ്ഞാല് 12 മണിയാകുമ്പോൾ എയർപോർട്ട് കയറണം. അപ്പോൾ 9 മണിയായി. എത്ര മണിക്ക്? 12 മണിക്ക് എയർപോർട്ട് കയറണം രാത്രി. പോയരാ. എന്താണ് ദുബായ് വിസ കമ്മിറ്റിക്കെതിരെ പറയാനുള്ളത്? വിസ കമ്മിറ്റി ചടപ്പന്മാരെ അന്ന ചാമ്പ്യോല് വിസ തന്നില്ല. എങ്ങനെ ദുബായ് പോവാൻ പറ്റിയില്ല. എലക്ഷൻ ഡ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇലക്ഷൻ ഡ്യൂട്ടി അടിപൊളിയായിരുന്നു. 250 കിട്ടിയോ? ചായയും 250 റുപ്യക്ക് 300 ചെലവുണ്ടാക്കിയെന്നാണോ? 300 റുപ്യ ഫുഡിന് വേണം. എന്നാ ഞങ്ങൾ പോയരാ. എന്താ കൊണ്ടുണ്ട്? പോയിരുമ്പോ എന്താ കൊണ്ടുണ്ട്? നിങ്ങൾ നീച്ചേ പോയിരുമ്പോ എന്താ കൊണ്ടുണ്ട്? പോയിരുമ്പോ എന്താ കൊണ്ടുണ്ട്? എന്തും കൊണ്ടുവരാം. ബാ ഇറങ്ങ മെല്ലെ ഇറങ്ങും. ബാ ആ പോകാനാണ്. ബാ 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 വ്ളോഗ് എടുക്കണേ. ബാ അൽനിമിസ് എൻ്റെ മിസ്സല്ലേ? നിങ്ങൾ എനിക്ക് എന്തിനോ മെസ്സേജ് അയച്ചല്ലേ? അല്ല മിസ് അയച്ച മെസ്സേജാ? ഇസട്ടിയോ? ല്ല 15 ആയല്ലോ. വാലിഡാണ്. ഇതെന്ന് പോണത് എങ്ങനെ അറിയാം? 15-ാം തീയതി നാളെ കാട്ടണേ. നോട്ട് അലൗഡ് ടു വർക്കോ. പണിക്ക് വരുത്. പണിക്കോയ കുടുംബം നന്നാവും. കിട്ടിയോ? കിട്ടിയില്ലേ? അതൊക്കെ ഒപ്പിച്ചു. ഹോൾഡ് നേരത്തെ പറയട്ടെ. പ്രിപ്പറേഷൻ വിസ കിട്ടിയ നമ്മളെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്?
ഞാൻ പറഞ്ഞ നേരത്തെ പ്രതീക്ഷിച്ച ട്രിപ്പ് വരും, അപ്പൊ പോകാനും പറ്റി. എല്ലാം പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് ദുബായിട്ട് ഉംറക്ക് പോവാ അല്ലേ? ഹജ്ജിനോ? അല്ലേ, പ്ലെയിൻ ഫ്ലൈറ്റ് ഒക്കെ പോകുമ്പോ പ്രാർത്ഥിക്കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താണോ ആദ്യമായിട്ട് ഇവിടെ പോവാണ്. ഓക്കെ, അപ്പം എന്തായാലും 45 മിനിറ്റ് ഉണ്ട്. 9:45 ഇവിടുന്ന് പോകും. വേഗം പെട്ടി പാക്ക് ചെയ്തോ. വിസ കിട്ടണ ഇന്നലെയൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ഞാൻ ഫുൾ പാക്ക്. ഇത് സർപ്രൈസ്. ഞാൻ സർപ്രൈസ് ബ്ലോഗറാണേ. ഞാൻ സർപ്രൈസ് കിട്ടുന്ന സർപ്രൈസ് ആക്കണ ബ്ലോഗറാണ്. പീപ്പിൾ സർപ്രൈസിങ് ബ്ലോഗർ. അപ്പൊ ഞാൻ എങ്ങനെ അത് ഇന്നലെ പറയാം എന്നോട്? എനിക്ക് ഇന്നലെ സർപ്രൈസ് ആവുള്ളൂ. 45 മിനിറ്റ് ഞാൻ പരക്കം മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. യു ഹാവ് 45 മിനിറ്റ്സ് ഓഫ് ടൈം. ഫുള്ള് നല്ലൊരു ബാഗിൽ സാധനങ്ങൾ മൊത്തം പാക്ക് ചെയ്യാം. മഞ്ഞ ബാഗ് അവിടെ ഫ്രീ ആണ്. അവിടെ നമ്മൾ 21 അവിടെ നമ്മൾ 5-6 മാസം 20, 21, 22, 23, 24, 25 അന്ന് നിങ്ങൾ റിട്ടേൺ പോരും. ഒരു 5 ദിവസത്തിനുള്ളത് ഇഞ്ഞേ 50 ട്രൗസറും 20 പാൻറ്റും പാക്ക് ചെയ്യല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. എനിക്ക് ആവശ്യമുള്ളത് മാത്രം പാക്ക് ചെയ്യണം. അപ്പം നമ്മൾ പോകുന്ന പരിപാടി ദുബായിലെ സിയ ഗോൾഡിൻ്റെ പരിപാടിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം കാണിച്ചു തരാം. ഇതാ UW മാൾ മൻകൂലിൽ നടക്കുന്ന സിയ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഗ്രാൻഡ് ഓപ്പണിങ്ങും 6th ഔട്ട്ലെറ്റിൻ്റെ സെലിബ്രേഷൻ പരിപാടിക്കുമാണ് നമ്മൾ ദുബായിലേക്ക് വരുന്നത്. അപ്പോൾ പരിപാടി നടക്കാൻ പോണത് 22 ജൂൺ ഞായറാഴ്ച 5 PM വൈകുന്നേരം 5 മണിക്കാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഞാനുണ്ടാവും, നിഹാലുണ്ടാവും, അഫി ഉണ്ടാവും, ഈച്ചുണ്ടാവും, ഫാത്തിമ ഉണ്ടാവും, ഷാനുണ്ടാവും, KP ഉണ്ടാവും, ജിമ്മി ഉണ്ടാവും. എല്ലാവരും വരുന്ന പരിപാടിയാണ്. സോ ദുബായിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ദുബായ് വെച്ചിട്ട് കാണാം. ഗൈസ് ദുബായിൽ നിന്ന് കാണണമെങ്കിൽ നോക്കി ഇന്ന പെട്ടി പോയേക്കാവൂല. പോയേക്കേ എങ്ങനെയുണ്ട്? ഹാപ്പി ബർത്ത്ഡേ ഖലഫ്. ഞാൻ ഇപ്പം രാവിലെ ഫസ്റ്റത്തെ സ്റ്റോറി പറഞ്ഞതാ. അത്രേ ഉള്ളൂ. എൽസൺ ഡ്യൂട്ടി എങ്ങനെ ഉണ്ടായിനി? 12 മണിക്കൂർ ഇങ്ങനെ ഇരുന്നു. പക്ഷെ അവിടുത്തെ ആൾക്കാരൊക്കെ നൈസായോണ്ട് 12 മണിക്കൂർ ഇങ്ങനെ. 250 റുപ്യക്ക് അത്രക്കും അറിയണോ വണ്ടി എന്ന് പറഞ്ഞാൽ പോലെ 10 മണിക്ക് എയർപോർട്ട് കയറിയില്ലേ വിസ വന്നിട്ടും കാര്യമില്ല. 8 മണി ഇന്നലെ 8 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ 10 മണി 12 മണിക്കാണോ ഫ്ലൈറ്റ്? ഇന്നോ? ഓനൊക്കെ അത് ഒരുങ്ങിയാ നിക്കണേ. വിസ കിട്ടിയോ? എന്താ ഇപ്പോഴൊരു ഫുൾ ടീം ആയത്. എന്താ അന്റെ പെട്ടി റെഡിയായോ? ഒരു പെട്ടി എക്സ്ട്രാ ഉള്ളതുണ്ട്. ഓക്കെ സെറ്റ്. ഇൻലേസിന്റെ പെട്ടില്ലേ? ഓക്കെ. നിഹാലൊരു പെട്ടി എടുക്കാൻ പോയിക്കാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും അടിയിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാം. വരും. ജിമ്മി പാക്ക് ചെയ്തിക്കണം. എൻ്റെ കഴിഞ്ഞാലേ ഞങ്ങളെ അഫീഫ് കുതിര വിടാതെ വേഗം നോക്കൂ. എന്ത് ഞാൻ എന്താ പറയുന്ന ചോദിച്ചമ്മ. എനിക്കറിയാലോ. ഉമ്മച്ചാണ് എല്ലാരും മേലെ. ഉമ്മച്ചാണ് ഈ വീട്ടിലേറ്റോണ്ടോ ഉമ്മച്ചാണ് ഈ വീട്ടിലേറ്റവും അടിപൊളി. ഉമ്മച്ചേ 96 ഹാങ്കർ ഉണ്ട് ഇതിലെന്ന് പറഞ്ഞേ ഇന്നലെ കമന്റില്. 100 ഉണ്ട് പറഞ്ഞേ. എണ്ണട്ടെ 6, 8, 9, 10 പരിപാടിക്ക് പോണല്ലേ. മറിച്ചിടല്ലോ ഒരു സ്ഥലത്തേക്ക് വെക്കും. കാണൂല. ആരതാണ് പുറത്തൊരു പിന്നെ ആ കക്കടമ്പോയിലേക്ക് കൊണ്ടുപോയ കവറില്? അതാരതാ ഒരു കവറില്? പോയിട്ട് ബെഞ്ചിന് എന്താ കാട്ടുക? ബെഞ്ചിക്ക് രാത്രി ബസ് എടുത്താണ്. രാത്രിയാ? എവിടുന്ന? നിലമ്പൂരിന്ന്. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
ജിന്റെ 2 പാർട്ടി ഒടിച്ചു ഇതെന്റെ അല്ലേ? ഇതെന്റെ അല്ലേ? ഒന്ന് കിട്ടി കുടിച്ചോ. ഇത് മുട്ടായി തരുവാണ്, മുട്ടായി തരുവ. ഏതാ വണ്ടി, 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 ഏതാ വണ്ടി. മടക്കി വെക്കാൻ മുട്ടായി തരുന്നത് 2 ദിവസം. ഇനി എത്ര വേണമെങ്കിലും കാട്ടിക്കാൻ കുറച്ച് പൈസ ചെറുത്തത് ഞാൻ ഇത് അങ്ങനെ എടുത്തു. കളി ഇഞ്ഞോടെ ഫുള്ള് പൈസ വെച്ചിട്ടാ കളി. പൈസ വെച്ചിട്ടാണ് ഭീഷണി. കളിച്ചത്തൊക്കെ മടക്കി വെക്കാൻ നല്ല സംഖ്യ ഉണ്ടേ. ഫാത്തിമ എന്താ വർത്താനം? അതാരെ പല വയല് പുറത്തുക്കിട്ട് നിങ്ങളെന്താ തരീണേ? ചന്തേര് തരീണ മാതിരി. ഫാത്തിമ അന്റെ കാര്യം നോക്കിക്കോ. ഡ്രസ് ഫാത്തിമ 10 മണിക്ക് പോട്ടോ. എന്നാ ഇതൊക്കെ എടുത്തോ. അത് കർട്ടൻ ദുബായിൽ കെട്ടാൻ. മുണ്ടെടുക്കണോ ദുബായ് ഓണാഘോഷത്തിന്? ഈ മുണ്ട കൊടുക്കേണ്ടി വരും. സ്കൂളിൽ ഇങ്ങോട്ട് പോന്നാ മുണ്ട് വേണ്ട. അതേ കാര്യം ഒരു തീയിന്റെ ഫാൻറ്റ് പറഞ്ഞ നിഹാല് ഒക്കെ ഓൻ പരത്തി പരത്തി പോകൽ തുടങ്ങി. ഞാൻ പരത്തണ ആളാ. അതാണോ നിഹാലിന്റെ തീയുള്ള ഫാൻറ്റ് പറഞ്ഞത്? ഇതാവില്ലേ നിഹാലിന്റെ തീയുള്ള ഫാൻറ്റ്. ഇതിലാരെ തീയുള്ള ഫാൻറ്റ് ഉണ്ടാവില്ല. അതാണ് മാക്സിമം തീയും പുകയൊക്കെ ഉണ്ട്. ഞാൻ 1 മണിക്കൂർ പെർമിഷൻ ചോദിച്ചോ ടീച്ചറിനോട്. ചൊറപ്പ അവിടെ മറച്ചിട്ട് പോകുന്നത്. ആണോ? എത്ര ഉറപ്പേനി? അത്ര ഉറപ്പേനി? എനിക്ക് നല്ല ഉറപ്പാണ്. കുട്ടികളെ പറ്റി എനിക്ക് അറിയുന്ന അത്ര ഒരാൾക്കറിയാം. അറിയില്ലല്ലോ. എനിക്ക് അപ്പോഴേ ഈ പേര് നിങ്ങൾ മറിച്ചിടും എനിക്ക് ഉറപ്പാണ്. ഞാൻ അതുകൊണ്ട് 1 മണിക്കൂർ HM-നോട് പെർമിഷൻ വാങ്ങി. എന്തിനാ അറിയാം? പേടിച്ചിട്ട് തടയാൻ വേണ്ടി മാത്രമായിട്ട്. തടയാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല. കണ്ടുക്കാൻ മറിച്ചിടുന്ന തടയാൻ. ആരെ മറിച്ചിടണ വെച്ചാ കണ്ടുനിന്നിട്ട് പിന്നെ നമുക്ക് ഓൽക്ക് ഫൈൻ ഇട്ടാ മതിയല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട്. നിങ്ങളെ പേര്? എന്റെ പേര് നുസ്രത്ത് ബീവി. പുതിയറക്കൽ ഹൗസ്. എവിടെയാണ് ശരിക്കും വീട്? എന്റെ സ്വന്തം വീട് മൂത്തേടത്ത. ഒരു ചെറിയ ചായ കുടിച്ചോ? ഒരു അന്തമിടലിൽ പോന്നു. ഇന്നത്തെ ബോധമുണ്ടെങ്കിൽ ആയിക്കോട്ടെ അമ്മ. അപ്പൊ ഞാനൊക്കെ ഉണ്ടായത് ഒരു ബ്ലെസ്സിങ് ആയി കൂട്ടണ്ടേ? അല്ല ജി ബ്ലെസ്സിങ് ആണ്. ബ്ലെസ്സിങ് അല്ല എന്നാ പറയണേ. എന്റെ അവസ്ഥയാ പറയുന്നത്. നിങ്ങളെ അവസ്ഥയും ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ ബ്ലെസ്സിങ് ആണ് അല്ല എന്നല്ല പറയണത്. പണ്ട് കാലത്ത് എല്ലാ പെണ്ണുങ്ങളും കുറച്ച് ത്യാഗം അനുഭവിച്ച് കാണും. ഇപ്പത്തെ കാലത്ത് കുട്ടികളെ കയ്യിൽ കിട്ടുമോ? ആലോചിച്ചോ? ഇങ്ങക്കൊക്കെ തന്നെ ആലോചിച്ചാലേ. ഞങ്ങളൊക്കെ സഹിച്ചു പോകുന്നുണ്ട് മാപ്പിളാരെ. ഇങ്ങനത്തെ അസ്സലാമു ഗുഡ് ബൈ. ഞാൻ വീണ്ടും കാണാം. നമുക്ക് നല്ല ലെവലിൽ വീണ്ടും ജീവിക്കണം. സന്തോഷമായിട്ട് കഴിഞ്ഞു കൂടണം. പോട്ടേട്ടോ ഫ്രണ്ടായിട്ട് കരുതണം എന്ന് പറഞ്ഞ ഒറ്റ പോക്കേക്കാരൻ കണ്ടോണ്ടി. കെട്ടിയാ കിട്ടും. അല്ല പണ്ടത്തെ പെണ്ണുങ്ങളെ സഹനശക്തിയും സഹനക്ഷമതയും ഇപ്പത്തെ പെൺകുട്ടികൾക്ക് വളരെ കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതായത് എന്റെ കമ്പനിക്കാരെയൊക്കെ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ക്ഷമ ഉണ്ടാവില്ല. കേട്ടിരിക്കാനുള്ള മനോഭാവം ഉണ്ടാവില്ല. കുറച്ചേരം കേട്ടാ മതി. പണ്ടത്തെ മരകല്ലേ എത്ര അനുഭവിച്ചില്ലേ. ഓ ഞാനും അതിൽ പെട്ടിട്ടില്ല. എന്റെ അമ്മയൊക്കെയാണ് മാപ്പിള ചെമ്പിലി ഇട്ടി പോകലേ മാപ്പിള പോകുമ്പോഴേ വെള്ളത്തില്. അതെന്തിനാച്ചാല് ഉമ്മാക്ക് താളിപ്പാടത്തേക്ക് നടക്കണ്ടേ? എത്രങ്ങാനും കിലോമീറ്റർ നടന്നുകൊണ്ടാടാ സ്കൂളിലെ ടീച്ചർ പോയി കാലത്താ വണ്ടിയൊക്കെ ഇറങ്ങി. വണ്ടി ഇറങ്ങിക്കോണം. നമ്മക്കന്ന് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്റെ അമ്മ നടക്കും താളിപ്പാടത്തേക്ക്. അത് നടന്നിട്ട് ഞാൻ ഇവിടുന്ന് ഷാനു വിളിച്ചൊന്നുമല്ല. 10 മണിക്ക് ഇറങ്ങിക്കോളില്ലേ വിട്ടുന്ന് അറിയാൻ വിളിച്ചാവും. ഷാനുവാ? അതാവും. ഷാനു ഇന്നലെ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഈ ഒരു ഫോട്ടോ എത്തുമ്പോ ഇത് എവിടുന്നാ കിട്ടിയത് എന്താ ഏതൊക്കെ ഞാൻ പറഞ്ഞു. അതൊന്നും ചോദിച്ചരുത്. ഞാൻ ഇതിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എന്താണപ്പോ അതൊക്കെ ഉണ്ട്. ഇത് ഉമ്മ എവിടുന്നാണ് ഞാൻ പറഞ്ഞു. ഇതിന് പൈസ തരികയാണെങ്കിൽ ഞാൻ ഇത് ഇതിന്ന് ഒഴിവാക്കാം. അല്ലാതെ ഇതിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇത് കരുതണ എനിക്ക് നല്ലതാണ്. കുറച്ച് കാലത്തിന് ഇറങ്ങി ഷാനുവിനെ നെട്ടിച്ചേർത്തിയാണ്ട് ഒച്ചമണിണ്ടാക്കിട്ടോ. അങ്ങോട്ട് പിടിച്ചല്ലേ? പിടിച്ചിട്ടില്ലല്ലോ. ഇതെവിടുന്നാ ഇതെന്താ ഇതെവിടുന്നാ? ഞാൻ പറഞ്ഞു പൈസ തരണം. ജിംഷാനൊക്കെ കാണാൻ ആവേശം. ഇതപ്പോ അതെവിടുന്ന് ഇത് പുറത്ത് വിട്ടാലോ വെച്ച് ഷാനു എയർപോർട്ടിൽ എത്തിക്കാണോ? പെട്ടി ചുറ്റുണ്ടാവും.
പുതിയ പെട്ടിയിൽ ഇൻഡേഴ്സ് നടക്കുന്നുണ്ടാവും. പാവടാ ഇല്ലേസ് എത്ര ഉണ്ട് അവന്? 100 ഓർഡേഴ്സ് ഉണ്ടോ തോന്നുന്നു എനിക്ക്. ഞൊലിയൊക്കെ കാണണല്ലോ, ഷെയ്ക്കാൻഡ് കൊടുക്കണല്ലോ. ഇറ്റ്സ് ട്രൂ, വാട്ട് യു സെഡ് ഈസ് ട്രൂ. അതിനാ അങ്ങനെ ഇങ്ങോട്ട് അത് ഞാൻ ഏതാ പാൻറ് നോക്കിയതാണ് ബ്രോ, ഇവിടെ തിരിച്ച് മടക്കി വെക്കാം. അങ്ങനെ വെക്കും. ഞാൻ 1/2 മണിക്കൂർ അങ്ങനെ ഒന്നും കാട്ടണ്ട. ഓ ഇത് എന്തേലും ജിംഷാദിന്റെ അവസ്ഥ, അതിപ്പോ എത്ര കുറഞ്ഞില്ലേ? നീ ഇവിടെ പാൻറ് തെരഞ്ഞാ പോരെ? അന്നെ എടാ കൊച്ചു, നീ കാരണമാണ് ഇത് ഇങ്ങനെ ആയത്. അതാ നിന്നെ പറഞ്ഞോ. ഞാനിപ്പോ അതിന് കുറച്ച് പൈസ എടുത്തിട്ട് വരുമ്പോ ഇതിലേക്ക് ഹാങ്കർ അടിച്ച് റാക്ക് അടിച്ച് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അതാണ് ആകെയുള്ള സമാധാനം. അതാണ് പൈസ അമ്മമാർക്ക് ഏറെ കൊടുക്കരുത് അറിയുന്നത്. അപ്പം പ്ലാൻ ഇടും. പ്ലാൻ ഇടണല്ല, ചോദിച്ചാതെ സൗകര്യപൂർവ്വം കാര്യം ചെയ്യാം. ഞാൻ അതോട് മന്തിയൊന്നും അല്ലല്ലോ. ഹാങ്കർ അടിച്ചല്ലേ ഒപ്പത്തിനൊപ്പം പറഞ്ഞോ. ഓ ഉണ്ടാക്കണോ തിരുവന്ന് തെരയിലുണ്ട്. വേഞ്ചപ്പോ കൂടിങ്ങാണ്ട് എന്തേലും നല്ല വർത്താനം പറഞ്ഞോ. ഞാൻ മെഷീന്റെ സൈഡ് കൂടിക്കോ, എന്നാ ചോറിട്ടും എന്റെ സൈഡ് കൂടി ഒന്നും കിട്ടില്ല. ആ അതെ, അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു. അന്റെ റെക്കോർഡ് വല്ലതും ഏതാണ്? ഏതേലും പെൺകുട്ടികളെ അടിയും കാലം പിടിച്ച് ഏൽപ്പിച്ചതാ? ഏതേലും പെൺകുട്ടികളെ ചേച്ചിട്ടോ അന്നമോളെ അരയിൽ ഏൽപ്പിച്ചതാ? അഫീഫിന് എന്തിനാ അടിക്കാലം പിടിക്കേണ്ട ആവശ്യം? അഫീഫിന് എങ്ങനത്തെ അടിക്കാലം പിടിക്കും? അങ്ങനെയല്ല, അന്നമോളെ ഏൽപ്പിച്ചോ. നോക്കേ അന്നമോളെ ഉദമോളൊക്കെ ഹന്നമോൾ തന്നെ ഉണ്ടാവും. എന്നാലും ഓള് ഉദമോളെ കൊണ്ട് ഇരിപ്പിച്ചു. ഒരാള് നോക്കില്ല, ഉദക്ക റെക്കോർഡൊന്നുമില്ല. ഈ വാണിജ്യ ഏൽപ്പിച്ചേറ്റങ്ങളൊക്കെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാ, സാധനം ആയപ്പോരെ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാ, പക്ഷെ എനിക്ക് എഴുതാൻ അറിയില്ല. എഴുതാ അറിയില്ല എന്നല്ല, ഒരു കാലത്ത് നമുക്ക് എഴുതാറില്ലല്ലോ, വായിക്കാൻ മാത്രമല്ല അറിയുള്ളൂ. മറിച്ചടാ മറിച്ച് ഇങ്ങനെ 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 താഴത്ത് എനിക്ക് കിട്ടിയിട്ടല്ലോ ഒന്നും. ഇത് മറിച്ചാനാവുന്നു. എന്റെ കൊറേ ഡ്രസ്സുകൾ കാണാനില്ല. ആ ഇനി അപ്പുറത്തെ റൂമിലൊക്കെ, ഈ ഇപ്പുറത്തെ റൂമത്തെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടാണ്. എന്തിനാ അതിൻ്റെ ഉള്ളില് ഒരാൾക്ക് കടക്കാൻ സ്ഥലം? ഞാൻ ഫാത്തിമാക്ക് ഇങ്ങനെ അളന്നു കൊടുത്തേക്കാ സ്ഥലം, 1 സെന്റ്. ബ്ലാക്ക് പാന്റും മറ്റേ ഷർട്ടൊക്കെ ഇട്ടുന്നല്ലേ? ആണോ? ഷോ സർപ്രൈസിന് ഭാഗമായി പോയി സാർ. വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മളൊന്ന് ചൂസ് ചെയ്ത് നമുക്ക് ദുബായിലേക്ക് വരാൻ പറ്റുമോ? ഓന്റെ അലമാരിയിൽ തൂങ്ങണൊക്കെ പിന്നെ എന്തിനുള്ളതാ? ചോദിച്ചു എന്തിനുള്ളതാ? ഡയറക്റ്റ് ചോദിക്കും എന്തിനാ ഇടന്നല്ല കാര്യം. ഇതൊന്ന് കൊണ്ടേ ഇപ്പൊ ഇതാവുമ്പോ എനിക്ക് ഒറ്റ ഇടയിൽ ഇട്ടാ മതി. എന്തിന്റെ മേലെ അത് പോകും. എന്താ സാധനം? ദുബായിത്തെ വലിയ ഉപ്പായം അപ്പൊ എന്താ ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് കയറി പോവാ. എമറാത്തിയാണ് എന്താണ് എന്റെ അറബി കൂട്ടുകാർ പറഞ്ഞത്? അവിടെ ആള് ദുബായിലാണ് മകനെ. കുറച്ച് ചക്ക കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞു. ചക്ക വേണ്ട, വേറെ എന്തെങ്കിലും കൊണ്ടുപോവാ. ചക്ക മാത്രം എടുക്കൂല ഗൾഫിൽ. ഇതൊക്കെ വാങ്ങിയാ മതി. നമ്മള് വാങ്ങണ്ട്, പോണ വഴിക്ക് വാങ്ങും. ഞാൻ മണിക്കൂറാ പെർമിഷൻ ചോദിക്കണം. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾ വിൽക്കണ്ടേ, ഞാൻ അഫിനായിട്ട് വ്ളോഗൊക്കെ എടുക്കാൻ വിചാരിച്ചപ്പോൾ ഒരു രാവിലെ വരല്ലോ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക. പക്ഷെ അടിപൊളിയാണ്. ഈ ഹാപ്പി അല്ലേ? ഓവർ ഹാപ്പി ആണ്. കറണ്ട് അടിക്കല്ലേ? അറക്കൽ ഡെവിൾ ചാത്തൻ അയാളെടുത്തോ? ആ ഇപ്രാവശ്യം എന്നിട്ട് അത് മാൻഡ്രൊക്കെ ഇങ്ങാണ്ട ഇനി പിന്നെയും പിടിച്ചു. ഓരോന്ന് പറഞ്ഞു കൊടുക്കല്ലേ. കാലഫ് ചക്ക ഒന്നുമില്ല. കാലഫ് കുടുംബക്കാരൻ വരില്ല, ചക്ക ഒന്നും ഉത്തർക്കാം. ഇപ്പുറത്തെ റൂമിലല്ലേ?
ഇതാരാ ബാഗാ? ഇത് ഫാത്തിമൻ്റെ ആവൂലേ? ഇതിന്റെ ഡ്രസ്സാ? ആ പേടിയേ ഞാനേ അതല്ല രസം. ഇന്നലെ ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞിനി ഈ കടക്കമ്മഞ്ഞ ഒന്നും ഇടരുത്, ഫാത്തിമാക്ക് വന്ന് കടക്കാനുള്ളതാണ്. ഞാൻ വന്ന് നോക്കുമ്പോ അതുമ്പോ മുഴുവൻ സാധനങ്ങൾ. എന്നിട്ട് ഞാനൊരു അരി ഉണ്ടാക്കി വെച്ചു. ആരാ വെച്ചേ അങ്ങനെ? അങ്ങനെ വെച്ചതോ അതൊക്കെ അവിടെയാണ്. എങ്ങനെ മൊത്തം എന്തൊക്കെ വിളിപ്പ ശരിയാക്കേ. എന്താ എന്താ മണ്ണേ ലാലേട്ടനല്ലേ? നമ്മൾ വെച്ച് പറഞ്ഞ പോലെ കേട്ടോ, ഫുള്ള് മാന്തിയൊക്കലിൻ്റെ ആൾക്കാരാണ്. മാന്തിയൊക്കെ നമ്മളത് കിട്ടണ വരെ മാന്ത. ബൈ ബൈ. ഗെയിം കളിച്ചാണ്ടോ കൂട്ടാരാ? Bro, I'm going to Dubai. Habibi, come to Dubai. I'm going somewhere else. ഇനി എൻ്റെ കളികൾ ദുബായിൽ മാറ്റരുന്ന്. വേഗം നോക്കിക്കോ മുകുന്ദൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വ്ളോഗ് എടുക്കാൻ നിന്നാൽ ഞങ്ങളെ പാക്കിങ് മൊത്തം പാളും, കോൺസെൻട്രേഷൻ ഫുള്ള് തെറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് സാധനം പാക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്തെന്നുള്ള സംഭവങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഏകദേശം എത്രത്തോളം ഒരൊറ്റ ദുബായ് പോക്കൊണ്ട് അലമ്പായി നമ്മളെ വീട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഞങ്ങൾ പോകുന്നതോടെ ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ആവുന്നതായിരിക്കും. എല്ലാവരും ബാഗുണ്ട്. 7 ആൾക്കാർ ഈ പരിന്നാണ് പോണത്. 7 ആളെ ഹാൻഡ് ബാഗും 7 ആളെ ലഗേജുമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത് അഫീഫ് എന്ന മഹാന് ദുബായിലേക്ക് പോകാനൊരു അവസരം കിട്ടിയ വ്ളോഗാണ്. സോ ഷബാദ്ക്കയും കൂട്ടരും എല്ലാവരും ദുബായിൽ നമ്മളെ കൽഫും എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എക്സൈറ്റഡ് അല്ലേ? ഡബിൾ എക്സൈറ്റഡ് അല്ലേ? പിന്നെ ഇന്നലത്തെ 12 മണിക്കൂർ പണിക്കൊരു ഇന്നൊരു അവലാതിയായി. ബേസിൽ യൂണിവേഴ്സിറ്റി കയറി. അപ്പോൾ എന്തായാലും 12 മണിക്കൂറിൻ്റെ ആ ഉറക്കത്തിനൊരു അടിസ്ഥാന അടിക്കുറിപ്പിട്ടുകൊണ്ട് അഫീഫിദ ദുബായിലേക്ക് പോകാൻ തൻ്റെ വസ്ത്രങ്ങൾ ചുടുചുടെ തേച്ച് മിനുക്കുകയാണ്. തേക്കാൻ അഫീഫ് തന്നെ സൂപ്പർ കരിഞ്ഞു. അപ്പോൾ എന്തായാലും മക്കളെ ഇനി ഒരുങ്ങിയോ? ഞാൻ വിളിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളെ ഇനി വരുന്ന വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത് അഫീഫ് ദുബായി പോയി. ദുബായിൽ ജിമ്മേ എന്തൊക്കെ നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലല്ല, ഇപ്രാവശ്യം നമ്മൾ എന്തൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ എടുക്കും. ഓക്കെ ഡീൽ. അത്രയുള്ളൂ. ജിമ്മിനെ വിലക്ക് വാങ്ങിയേക്കാണ് ഈ മാസം. അപ്പോൾ എന്തായാലും ഇൻഷാ അള്ളാ. ഇതെന്താ മുത്തേ റാപ്പ് ഉണ്ടോ? ഒരാൾക്കോ? എയർപോർട്ടിൽ 300 രൂപ ഉള്ളൂ. ഇതിലാറ് സാറിൽ ചുറ്റും ചെയ്യും, വളച്ചുറ്റാണ്ട്. അപ്പം എന്തായാലും സുഹൃത്തുക്കളെ, വ്ളോഗ് ഇഷ്ടമാക്കണേ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള വ്ളോഗ് ഉടനെ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് 5 മണിക്ക് പ്രീമിയർ ആവുന്ന ഒരു വ്ളോഗ് വരുന്നുണ്ട്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഞാൻ ആദ്യമായിട്ട് 2 കൊല്ലത്തിന് ശേഷം 2ാം ക്ലാസ്സിന് ലാസ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ റൈഡ് കയറിയാണ്. അതിന് ശേഷം കയറിയിട്ടില്ല. അതൊരിക്കലും നമുക്ക് നഷ്ടാവൂല കണ്ടാൽ. അങ്ങനത്തെ ഒരു വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതാരും മിസ്സാക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അത് ജാദു. അപ്പോൾ എന്തായാലും ഗൈസ് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you Dubai. Bye bye.